SSLC English first unit Trials and Triumphs അതിലെ ആദ്യത്തെ ചാപ്റ്റർ എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്. അവിടെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്ന് നോക്കുന്നത്. ഈ ലെസൻ്റെ ഡീറ്റെയിൽ ആയ മലയാളം എക്സ്പ്ലനേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതുകൂടി കാണും. നമുക്ക് ആദ്യം ഈ ടെക്സ്റ്റ് ബുക്കിൽ ആ ചാപ്റ്ററിൻ്റെ കൂടെ തന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. എന്നിട്ട് ഈ ലെസൺ അവസാനം വരുന്ന ക്വസ്റ്റ്യൻസ് പിന്നീട് നോക്കാം. വൈ ഡസ് ദ സൈറ്റ് ഓഫ് ദ ഓൾഡ് മാൻ ഫ്രൈറ്റൻ പെലായോ? എന്തുകൊണ്ടാണ് ആ വൃദ്ധനെ കണ്ടപ്പോൾ പെലായോ പേടിച്ചു പോയത്? Why does the sight of the old man frighten Pelayo? Pelayo was frightened by the sight of the old man because his appearance was quite strange. ഇതിൻ്റെ മീനിങ് എന്താ? പെലായോ പേടിച്ചുപോയി കാരണം ആ മനുഷ്യൻ്റെ അപ്പിയറൻസ്, അയാളുടെ രൂപം വളരെ വിചിത്രമായിരുന്നു. ഇറ്റ് വാസ് ക്വൈറ്റ് സ്ട്രേഞ്ച്. ഹി ഹാഡ് ഹ്യൂജ് വിങ്സ്. അയാൾക്ക് വലിയ ചിറകുകൾ ഉണ്ടായിരുന്നു. പെലായോ ഹാഡ് നെവർ സീൻ എ ഹ്യൂമൻ ബീങ് വിത്ത് വിങ്സ് ബിഫോർ. ചിറകുള്ള ഒരു മനുഷ്യനെ ഇതിനു മുമ്പ് പെലായോ കണ്ടിട്ടില്ലായിരുന്നു. ഇതെല്ലാം കാരണമാണ് പെലായോ അയാളെ കണ്ടപ്പോൾ പേടിച്ചു പോയത്. വൈ വാസ് ദ ഓൾഡ് മാൻ അണേബിൾ ടു ഗെറ്റ് അപ്പ്? എന്തുകൊണ്ടാണ് ആ വൃദ്ധനെ എഴുന്നേൽക്കാൻ കഴിയാതെ പോയത്? ദ ഓൾഡ് മാൻ വാസ് അണേബിൾ ടു ഗെറ്റ് അപ്പ് ബിക്കോസ് ഹിസ് എനോർമസ് വിങ്സ് വെർ എൻടാങ്കിൾഡ് ഇൻ ദ മഡ്. എൻടാങ്കിൾഡ് എന്ന് പറയുമ്പോൾ സ്റ്റക്ക്. ആ മനുഷ്യൻ്റെ വലിയ ചിറകുകൾ ആ മണ്ണിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അയാൾക്ക് എഴുന്നേൽക്കാൻ സാധിക്കാതെ പോയത്. ദ ഓൾഡ് മാൻ വാസ് അണേബിൾ ടു ഗെറ്റ് അപ്പ് ബിക്കോസ് ഹിസ് എനോമസ് വിങ്സ് വെർ എൻടാങ്കിൾഡ് ഇൻ ദ മഡ്. എൻടാങ്കിൾഡ് എന്ന് പറയുമ്പോൾ സ്റ്റക്ക്. ഓൾസോ ഹി വാസ് വെരി വീക്ക്. അതുപോലെ തന്നെ അയാൾ വളരെ ദുർബലനുമായിരുന്നു. ഈ രണ്ട് കാരണങ്ങൾ കാരണമാണ് അയാൾക്ക് എഴുന്നേൽക്കാൻ കഴിയാതെ പോയത്. ദ കപ്പിൾ കൺസിഡേർഡ് ദ ഓൾഡ് മാൻ എ ലോൺലി കാസ്റ്റവേ. വൈ? കാസ്റ്റവേ എന്ന് പറയുമ്പോൾ കപ്പൽ അപകടങ്ങളിൽ പെട്ടിട്ട് രക്ഷപ്പെട്ട് കരയ്ക്ക് അടിയുന്നവരാണ് കാസ്റ്റവേസ്. പെലായോയും എലിസന്റെയും ഇയാളെ ഒരു ഏകാഗിയായ ഒറ്റപ്പെട്ട ഒരു കാസ്റ്റവേ ആയി കരുതി. എന്തുകൊണ്ട്? ദ ഓൾഡ് മാൻ വാസ് ഫൗണ്ട് ആഫ്റ്റർ എ സ്റ്റോം. ഒരു കൊടുങ്കാറ്റിന് ശേഷമാണ് ഈ മനുഷ്യനെ ഇവർ കണ്ടെത്തിയത്. വെൻ ദേ ഫൗണ്ട് ഹിം, അവരയാളെ കണ്ടപ്പോൾ ഹി വാസ് ഇൻ എ വെരി പിറ്റിഫുൾ കണ്ടീഷൻ ആൻഡ് ലുക്ക്ഡ് ലൈക്ക് എ റാക്ക് പിക്കർ. അയാളുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. അതുപോലെ തന്നെ അയാളെ കണ്ടപ്പോൾ റാക്ക് പിക്കർ, ഈ ആവശ്യമില്ലാത്ത വേസ്റ്റ് സാധനങ്ങളെല്ലാം പെറുക്കി നടക്കുന്ന ഒരാളെ പോലെയായിരുന്നു അയാളുടെ അപ്പിയറൻസ്, രൂപം. ഓൾസോ ഹി സ്പോക്ക് ഇൻ എൻ ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്ട് വിത്ത് എ സ്ട്രോങ് സെയിലേഴ്സ് വോയിസ്. അതുപോലെ തന്നെ മനസ്സിലാവാത്ത ഒരു ഡയലക്റ്റിൽ, ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്ട് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഭാഷയിൽ വളരെ സ്ട്രോങ് ആയ ഒരു സെയിലറുടെ വോയിസിലാണ് അയാൾ സംസാരിക്കുന്നുണ്ടായിരുന്നത്. സോ ദേ തോട്ട് ദാറ്റ് ഹി വാസ് എ ലോൺലി കാസ്റ്റവേ ഫ്രം എ ഫോറിൻ ഷിപ്പ് റെക്ട് ഇൻ ദ സ്റ്റോം. കൊടുങ്കാറ്റിൽ കേടുവന്നു പോയ ഒരു വിദേശ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരു വ്യക്തിയാണ്, ഒറ്റപ്പെട്ടു പോയൊരു വ്യക്തിയാണ് എന്ന് അവർ തെറ്റിദ്ധരിച്ചു പോയി. അവരങ്ങനെ വിശ്വസിച്ചു. ഇയാളുടെ വോയിസ് സെയിലർമാരുടേതിന് സമാനമായിരുന്നു. അതുപോലെ തന്നെ ഇയാൾ സംസാരിച്ച ഭാഷ ഇവർക്ക് മനസ്സിലാവാത്തതായിരുന്നു. ഈ കാരണങ്ങൾ കാരണമാണ് ഇയാളൊരു ലോൺലി കാസ്റ്റവേ ആണെന്ന് അവർ ധരിക്കുന്നത്. വൈ വാസ് ദ നെയ്ബർ വുമൺ ഷുവർ ദാറ്റ് ദ ഓൾഡ് മാൻ വാസ് എൻ ഏഞ്ചൽ? എന്തുകൊണ്ടാണ് അയൽക്കാരിയായ സ്ത്രീക്ക് ഈ വൃദ്ധൻ ഒരു മാലാഖയാണെന്ന് ഉറപ്പുണ്ടായിരുന്നത്? ദ ഓൾഡ് മാൻ ഹാഡ് വിങ്സ്, സോ ആസ് സൂൺ ആസ് ദ നെയ്ബർ വുമൺ സോ ഹിം. ആ വൃദ്ധന് ചിറകുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയൽക്കാരിയായ സ്ത്രീ അയാളെ കണ്ടതും, ആസ് സൂൺ ആസ് ഷീ സോ ഹിം, അവർ അയാളെ കണ്ടതും, ഷീ കൺക്ലൂഡഡ് ദാറ്റ് ഹി വാസ് എൻ ഏഞ്ചൽ. അയാൾ ഒരു മാലാഖയാണ്, ഏഞ്ചൽ ആണെന്ന് അവർ അനുമാനിച്ചു. ഷീ തോട്ട് ദാറ്റ് ദ ഓൾഡ് മാൻ ഹാഡ് കം ഫോർ ദ ചൈൽഡ് ബട്ട് ബിക്കോസ് ഹി വാസ് ഓൾഡ് ആൻഡ് വീക്ക് ഹി വാസ് നോക്ക് ഡൗൺ ബൈ ദ റെയിൻ. അവരുടെ വിശ്വാസം അനുസരിച്ച്, അവർ സൂപ്പർസ്റ്റീഷ്യസ് ആയ ഒരു സ്ത്രീ ആയിരിക്കും, അവരുടെ വിശ്വാസം അനുസരിച്ച് ഈ വൃദ്ധൻ പെലായോയുടെയും എലിസന്റെയുടെയും അസുഖബാധിതനായ കുട്ടിക്ക് വേണ്ടി വന്നതാണ്. പക്ഷേ അയാൾ വളരെ വൃദ്ധനും അതുപോലെ തന്നെ ദുർബലനുമായതിനാൽ മഴയിൽ അയാൾ വീണുപോയി. ഹി വാസ് നോക്ക് ഡൗൺ ബൈ ദ റെയിൻ, അതായത് മഴ അയാളെ വീഴ്ത്തിക്കളഞ്ഞു. വൈ ഡിഡ് പെലായോ ആം ഹിംസെൽഫ് വിത്ത് എ ക്ലബ്? എന്തുകൊണ്ടാണ് പെലായോ അയാളുടെ കയ്യിൽ ഒരു വടി പിടിച്ചത്? പെലായോ ആംഡ് ഹിംസെൽഫ് വിത്ത് എ ക്ലബ് ബിക്കോസ് ഹി വാസ് അഫ്രൈഡ് ഓഫ് ദ ഓൾഡ് മാൻ. ഈ മനുഷ്യനെ പേടിയായിരുന്നു പെലായോയ്ക്ക്. ഹി വാസ് അഫ്രൈഡ് ഓഫ് ദ ഓൾഡ് മാൻ. ഇയാളുടെ അപ്പിയറൻസ് വളരെ സ്ട്രേഞ്ച് ആയിരുന്നു. അതുപോലെ തന്നെ പെലായോ ഇതിനു മുമ്പ് അയാളെ കണ്ടിട്ടില്ല. ഹി ഡിഡിൻറ്റ് നോ ഇഫ് ദ ഓൾഡ് മാൻ വുഡ് അറ്റാക്ക് ഹിം ഓർ ഹിസ് ഫാമിലി. തന്നെയോ തൻ്റെ കുടുംബത്തെയോ ഈ വൃദ്ധൻ ആക്രമിക്കുമോ എന്ന് പെലായോയ്ക്ക് അറിയില്ലായിരുന്നു. സോ ഹി ആംഡ് ഹിംസെൽഫ് വിത്ത് എ ക്ലബ്. അതുകൊണ്ട് തന്നെ പെലായോ ഒരു ആയുധം കയ്യിൽ കരുതി. പെലായോ കോർട്ടിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അവിടെ അയാൾ ഉപയോഗിക്കുന്ന ഒരു വടി, അതാണ് അയാളുടെ കയ്യിലുള്ളത്. വാട്ട് മെയ്ഡ് ദ കപ്പിൾ സഡൻലി ഡിസൈഡ് ടു ട്രീറ്റ് ദ ഓൾഡ് മാൻ വിത്ത് സം കൈൻഡ്നെസ്? എന്തുകൊണ്ടാണ് ഈ വൃദ്ധനെ അല്പം ദയവോടുകൂടി ട്രീറ്റ് ചെയ്യണമെന്ന് ഈ കപ്പിളിന്
പെട്ടെന്ന് തോന്നാൻ കാരണം പെലായോയ്ക്കും എലിസെന്റയ്ക്കും എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? ഷോർട്ട്ലി ആഫ്റ്റർ ദ ഓൾഡ് മാൻ കെയിം. ഷോർട്ട്ലി ആഫ്റ്റർ എന്ന് പറയുമ്പോൾ വൈകാതെ, പെട്ടെന്ന് തന്നെ ആ വൃദ്ധൻ വന്ന് അധികം താമസിയാതെ their child who was sick woke up without a fever and with a desire to eat. ഇവരുടെ കുട്ടിക്ക് അസുഖമായിരുന്നു. അപ്പോൾ ഈ മനുഷ്യൻ വന്ന് അധികം കഴിയുന്നതിന് മുമ്പ് ആ കുഞ്ഞ് ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ അവന് പനിയില്ലായിരുന്നു, അതുപോലെ തന്നെ അവന് ഭക്ഷണം കഴിക്കാൻ താല്പര്യവും ഉണ്ടായിരുന്നു. They thought that it was due to the blessing of the old man. അത് ഈ വൃദ്ധന്റെ അനുഗ്രഹം കൊണ്ടായിരിക്കുമെന്ന് ഈ കപ്പിൾ വിചാരിച്ചു. So they decided to treat him with some respect and kindness. അതുകൊണ്ട് ഇയാളെ അല്പം ദയവോടുകൂടി ട്രീറ്റ് ചെയ്യണമെന്ന് അവർ തീരുമാനിച്ചു. Why does Pelayo lock the old man in the chicken coop? എന്തുകൊണ്ടാണ് പെലായോ ആ വൃദ്ധനെ കോഴിക്കൂട്ടിൽ ലോക്ക് ചെയ്യുന്നത്, പൂട്ടിയിടുന്നത്? പെലായോ was initially afraid of the old man. പെലായോയ്ക്ക് ആദ്യം ഇയാളെ പേടിയായിരുന്നു. He didn't know who the old man was or what his intentions were. ഈ വൃദ്ധൻ ആരാണെന്നോ അയാളുടെ ഉദ്ദേശ്യങ്ങൾ എന്താണെന്നോ പെലായോയ്ക്ക് അറിയില്ലായിരുന്നു. ഇൻറ്റൻഷൻസ്, ഉദ്ദേശ്യങ്ങൾ. As he didn't want the old man to hurt him or his family while they were sleeping. അവർ ഉറങ്ങുന്ന സമയത്ത് ഈ വൃദ്ധൻ അയാളെയോ അയാളുടെ കുടുംബത്തെയോ ഉപദ്രവിക്കാതിരിക്കുന്നതിന് വേണ്ടി he decided to lock him up in the chicken coop. അയാളെ കോഴിക്കൂട്ടിൽ പൂട്ടിയിടാൻ പെലായോ തീരുമാനിച്ചു. Why do people treat the old man like a circus animal? എന്തുകൊണ്ടാണ് ആളുകൾ ഈ വൃദ്ധനെ ഒരു സർക്കസ് അനിമലാണെന്ന് പോലെ ട്രീറ്റ് ചെയ്തത്? People treated him like a circus animal because his appearance was very strange. ഇയാളുടെ രൂപം വളരെ വിചിത്രമായിരുന്നു. അതുകൊണ്ടാണ് ആളുകൾ ഇയാളെ ഒരു സർക്കസ് മൃഗത്തിനെ പോലെ കരുതുന്നത്. He had wings and none of them had seen a man with wings before. അയാൾക്ക് ചിറകുകൾ ഉണ്ടായിരുന്നു. ആരും തന്നെ ചിറകുള്ളൊരു മനുഷ്യനെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലായിരുന്നു. He didn't show any miracles. അതുപോലെ തന്നെ ഇയാളൊരു ഏഞ്ചൽ ആണെങ്കിൽ ഇയാൾക്ക് എന്തെങ്കിലും സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉണ്ടാവേണ്ടിയിരുന്നതാണ്. പക്ഷെ ഈ മനുഷ്യൻ ഒരു തരത്തിലുള്ള മിറാക്കിളും കാണിച്ചില്ല. അയാൾക്ക് അത്ഭുത സിദ്ധികളൊന്നും തന്നെ ഇല്ലായിരുന്നു. In fact, the only supernatural virtue he seemed to have was patience. Actually, ഇയാൾക്കുണ്ടായിരുന്ന ഒരേ ഒരു സിദ്ധി അയാളുടെ ക്ഷമയായിരുന്നു. So the people treated him like a circus animal. അതുകൊണ്ടാണ് ഇയാളെ ആളുകൾ ഒരു സർക്കസ് അനിമലായി ട്രീറ്റ് ചെയ്യുന്നത്. അയാളുടെ അപ്പിയറൻസ് വളരെ സ്ട്രേഞ്ച് ആയിരുന്നു. അയാൾക്ക് മിറാക്കിൾസ് ഒന്നും കാണിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അയാൾക്ക് ഒരുപാട് പേഷ്യൻസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കാരണമാണ് ആളുകൾ അയാളെ ഒരു സർക്കസ് അനിമലിനെ പോലെ കരുതുന്നത്. ഡു യു തിങ്ക് എലിസെൻഡ ഈസ് ഷ്രൂഡ് ആൻഡ് ക്ലവർ? എലിസെൻഡ കുബുദ്ധിയുള്ളവളും അതുപോലെ തന്നെ സാമർഥ്യമുള്ളവളുമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? യെസ്, ഷീ ഈസ്. തീർച്ചയായും ആണ്. She and her husband charged an admission fee from the people who flocked to see the old man and thus made a lot of money. ഈ വൃദ്ധനെ കാണാൻ വരുന്ന ആളുകളിൽ നിന്ന് എലിസെന്റെയും അവളുടെ ഹസ്ബൻഡും ഒരു അഡ്മിഷൻ ഫീ ചാർജ് ചെയ്തു. അങ്ങനെ അവർ ഒരുപാട് പണം ഉണ്ടാക്കി. When they became rich, അവർ സമ്പന്നരായി കഴിഞ്ഞപ്പോൾ the old man became a nuisance in their life. ഈ വൃദ്ധൻ, അവർക്ക് പണം ഉണ്ടാക്കാൻ സഹായിച്ച വൃദ്ധൻ അവരുടെ ജീവിതത്തിൽ ഒരു ശല്യമായി മാറിപ്പോയി. She was actually very happy to see him fly away. ഇയാൾ പറന്നു പോകുന്നത് കാണുമ്പോൾ എലിസെന്റയ്ക്ക് ആക്ച്വലി വളരെ സന്തോഷമാണ് തോന്നുന്നത്. ഷീ പ്രോഫിറ്റഡ് ഫ്രം ഹിസ് പ്രസൻസ്. അയാളുടെ സാന്നിധ്യത്തിൽ നിന്ന് അവൾ ലാഭം എടുത്തു, അവൾക്ക് ലാഭം ഉണ്ടായി. യെറ്റ് ഷീ ഡിഡിൻ ട്രീറ്റ് ഹിം വിത്ത് റെസ്പെക്റ്റ്. എന്നിട്ടും പക്ഷെ അയാളെ റെസ്പെക്റ്റോട് കൂടി ട്രീറ്റ് ചെയ്യാൻ എലിസെന്റയ്ക്ക് കഴിയുന്നില്ല. അവരുടെ കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവരെ ഷ്രൂഡാണെന്നും ക്ലെവർ ആണ് എന്നും പറയുന്നത്. ഷീ തിങ്സ് വെരി പ്രാക്ടിക്കലി. His only supernatural virtue seemed to be patience. അയാൾക്ക് ഉണ്ടായിരുന്ന ഏക അമാനുഷ സിദ്ധി അത് അയാളുടെ ക്ഷമയാണെന്ന് തോന്നി. Why does the author say so? എന്തുകൊണ്ടാണ് ഓദർ അങ്ങനെ പറയുന്നത്? People treated the old man like a circus animal. ആളുകൾ ഈ ഓൾഡ് മാനെ ഒരു സർക്കസ് അനിമലിനെ പോലെയാണ് കരുതിയത്. They threw stones at him in an attempt to make him stand up. അയാളെ ഒന്ന് എഴുന്നേൽപ്പിക്കുന്നതിന് വേണ്ടി അവർ അയാളെ കല്ലെറിഞ്ഞു. The chickens pecked at him. കോഴികൾ അയാളെ കൊത്തി. Still the old man didn't react. പക്ഷേ ഈ വൃദ്ധൻ ഒരു തരത്തിലും റിയാക്ട് ചെയ്തില്ല. He didn't show any miracles and accepted all kinds of inhuman treatment without any complaints. അയാൾ ഒരു തരം മാന്ത്രിക വിദ്യകളും കാണിച്ചില്ല, ഒരു മിറാക്കിൾസും അയാൾ കാണിച്ചില്ല, അമാനുഷ സിദ്ധികളൊന്നും തന്നെ അയാൾ കാണിച്ചില്ല. അതുപോലെ തന്നെ അയാൾക്ക് ലഭിച്ച ഏറ്റവും ക്രൂരമായ ട്രീറ്റ്മെൻ്റ് എല്ലാം ഒരു പരാതി കൂടാതെ അയാൾ സ്വീകരിച്ചു. That means the only supernatural virtue he had was patience. അതായത് അയാൾക്കുണ്ടായിരുന്ന ഏക അമാനുഷ സിദ്ധി അത് പേഷ്യൻസ് ആയിരുന്നു. സാധാരണ ഒരു മനുഷ്യന് ഉണ്ടാവാത്ത അത്രയും പേഷ്യൻസ് ഈ മനുഷ്യൻ കാണിക്കുന്നുണ്ട്.
വൈ ഡു മോർ പീപ്പിൾ ഫ്ലോക്ക് ടു സീ ദ വുമൺ റാദർ ദാൻ ദ ഓൾഡ് മാൻ? എന്തുകൊണ്ടാണ് കൂടുതൽ ആളുകൾ ആ സ്ത്രീയെ കാണാൻ പോകുന്നത് ഈ വൃദ്ധനെ കാണുന്നതിന് പകരം? മോർ പീപ്പിൾ ഫ്ലോക്ക് ടു സീ ദ വുമൺ ബിക്കോസ് ദ അഡ്മിഷൻ ഫീ ടു സീ ഹർ വാസ് ലെസ് ദാൻ ദ അഡ്മിഷൻ ഫീ ടു സീ ദ ഓൾഡ് മാൻ. ഈ വൃദ്ധനെ കാണാൻ ആവശ്യമുള്ള അഡ്മിഷൻ ഫീയേക്കാളും കുറവായിരുന്നു ആ സ്ത്രീയെ കാണാൻ ആവശ്യമായ അഡ്മിഷൻ ഫീ. അതുകൊണ്ട് കൂടുതൽ ആളുകൾ അവരെ കാണാനായി കൂട്ടം കൂടി ചെന്നു. ഓൾസോ പീപ്പിൾ വർ അലൗഡ് ടു ആസ്ക് ഹർ എനി കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ ആളുകൾക്ക് അവരോട് എന്ത് തരത്തിലുള്ള ചോദ്യങ്ങളും ചോദിക്കാമായിരുന്നു. ദ ഓൾഡ് മാൻ ഓൺ ദ അതർ ഹാൻഡ്, ഈ വൃദ്ധൻ മറുവശത്ത്, ഡിഡിൻ റെസ്പോണ്ട് ടു എനി ഓഫ് ദെയർ ക്വസ്റ്റ്യൻസ്, അവരുടെ ഒരു ചോദ്യത്തിനും ഒരു തരത്തിലും മറുപടി പറയില്ലായിരുന്നു. ഹി വാസ് സൈലന്റ് ആൻഡ് ഡിഡിൻ ഈവൻ ബോദർ ടു സ്റ്റാൻഡ് അപ്പ്. അയാൾ നിശബ്ദനായിരുന്നു, ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും തയ്യാറുമായിരുന്നില്ല. വൈ ഈസ് ദ ഡോക്ടർ സർപ്രൈസ്ഡ് ബൈ ദ ലോജിക് ഓഫ് വിങ്സ്? ആ ചിറകുകൾ എന്തുകൊണ്ടാണ് ഡോക്ടറെ അത്ഭുതപ്പെടുത്തിയത്? ദ ഡോക്ടർ വാസ് സർപ്രൈസ്ഡ് ബൈ ദ ലോജിക് ഓഫ് വിങ്സ് ബിക്കോസ് ദേ സീംഡ് ക്വൈറ്റ് നാച്ചുറൽ ഓൺ എ കംപ്ലീറ്റ്ലി ഹ്യൂമൻ ഓർഗാനിസം. ഡോക്ടർ ഈ ഓൾഡ് മാനെ ഇൻസ്പെക്ട് ചെയ്തപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി അയാൾ ഒരു സാധാരണ മനുഷ്യൻ തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും അയാളുടെ ശരീരത്തിൽ ആ വിങ്സ് വളരെ സ്വാഭാവികമായതുപോലെ തോന്നി, വളരെ നാച്ചുറൽ ആണെന്നതുപോലെ തോന്നി. ദ വിങ്സ് സീംഡ് സോ നാച്ചുറൽ ദാറ്റ് ഹി സ്റ്റാർട്ടഡ് വണ്ടറിങ് വൈ അതർ പീപ്പിൾ ഡിഡിൻ ഹാവ് ദം. നമുക്ക് കയ്യും കാലും ഉള്ളതുപോലെയായിരുന്നു ആ മനുഷ്യന് അയാളുടെ വിങ്സ്. ഇത് വളരെ നാച്ചുറലായി തോന്നിയത് കൊണ്ട് തന്നെ എന്തുകൊണ്ട് മറ്റു മനുഷ്യർക്ക് വിങ്സ് ഇല്ല എന്ന് പോലും ഡോക്ടർ ചിന്തിച്ചുപോയി. വൈ ഡസ് എലിസെൻഡ ലെറ്റ് ഔട്ട് എ സൈ ഓഫ് റിലീഫ്? എന്തുകൊണ്ടാണ് എലിസെൻഡ ആശ്വാസത്തിന്റെ നെടുവീർപ്പിടുന്നത്? എലിസെൻഡ ലെറ്റ് ഔട്ട് എ സൈ ഓഫ് റിലീഫ് വെൻ ഷീ സോ ദ ഓൾഡ് മാൻ ഫ്ലൈയിങ് എവേ. ആ വൃദ്ധൻ പറന്നു പോകുന്നത് കണ്ടപ്പോൾ എലിസെൻഡ നെടുവീർപ്പിട്ടു. ഹി ഹാഡ് ബിക്കം എ ന്യൂസൻസ് ഇൻ ഹെർ ലൈഫ്. അയാൾ അവൾക്കൊരു ശല്യമായി മാറിയിരുന്നു. ഹി നോ ലോങ്ങർ ഏൺഡ് ഹെർ എനി മണി ആൻഡ് വാസ് നൗ ടോട്ടലി യൂസ്ലെസ് ഫോർ ഹെർ. ആ ഓൾഡ് മാൻ എലിസെൻഡയ്ക്ക് വേണ്ടി ഇപ്പോൾ പണമൊന്നും ഉണ്ടാക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾ അവളെ സംബന്ധിച്ച് ടോട്ടലി യൂസ്ലെസ് ആയിരുന്നു. സോ ഷി വാസ് റിലീവ്ഡ് വെൻ ഹി ഫ്ലൂ എവേ. അതുകൊണ്ട് തന്നെ അയാൾ പറന്നു പോയപ്പോൾ അവൾക്ക് വലിയ ആശ്വാസം തോന്നി. ഷി വാസ് ഓൾസോ ഹാപ്പി ടു സീ ദാറ്റ് അറ്റ് ലാസ്റ്റ് ദ മാൻ ഹാഡ് മാനേജ് ടു റെസ്ക്യൂ ഹിംസെൽഫ് ഫ്രം ഹിസ് പിറ്റിഫുൾ കണ്ടീഷൻ ഇൻ ഹെർ ഷെഡ്. എലിസെൻഡയ്ക്ക് ആ മനുഷ്യൻ്റെ കാര്യത്തിലും അല്പം സന്തോഷം തോന്നുന്നുണ്ട്. അവസാനം ആ മനുഷ്യൻ അവളുടെ ആ ഷെഡിലെ ആ ദയനീയമായ അവസ്ഥയിൽ നിന്നും സ്വയം രക്ഷപ്പെടുത്തി എന്ന കാര്യത്തിലും എലിസെൻഡയ്ക്ക് സന്തോഷമുണ്ടായിരുന്നു, ആശ്വാസം ഉണ്ടായിരുന്നു. ഇനി ആ ചാപ്റ്ററിന് താഴെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് ദ ഓൾഡ് മാൻസ് റോൾ ഇൻ ദ സ്റ്റോറി? ഹൗ ഡസ് ഹിസ് പ്രസൻസ് അഫക്റ്റ് പെലായോസ് ഫാമിലി? ഈ വൃദ്ധന് ഈ കഥയിലുള്ള പ്രാധാന്യം എന്താണ്? അയാളുടെ റോൾ എന്താണ്? The old man is a representative of the poor, weak, old and vulnerable. പാവങ്ങൾ, ദുർബലർ, വൃദ്ധർ ഇവരുടെ എല്ലാം ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ് ഈ ഓൾഡ് മാൻ. ഹിസ് പ്ലൈറ്റ് ഡെപിക്ട്സ് ഹൗ ദ സൊസൈറ്റി ട്രീറ്റ്സ് ദ ഹെൽപ്ലെസ്. നിസ്സഹായരെ എങ്ങനെയാണ് ഈ സമൂഹം കണക്കിലെടുക്കുന്നത്, എങ്ങനെയാണ് അവരോട് പെരുമാറുന്നത്, പരിഗണിക്കുന്നത്, ഇതെല്ലാം അയാളുടെ ആ ദുരവസ്ഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. While the old man doesn't really do anything, he has a significant impact on Pelayo, his wife and the entire neighborhood. ഈ വൃദ്ധൻ കാര്യമായി ഒന്നും ചെയ്യുന്നില്ലെങ്കിലും അയാൾക്ക് പെലായോയുടെയും അയാളുടെ വൈഫിൻ്റെയും അതുപോലെ തന്നെ ആ പ്രദേശത്തുള്ള മറ്റ് ആളുകൾ എല്ലാവരുടെയും മേലും വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ഹി ഹാസ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ്. ഹിസ് അറൈവൽ മെയ്ഡ് പെലായോ എ റിച്ച് മാൻ. പെലായോയെ സംബന്ധിച്ച് ഈ മനുഷ്യൻ്റെ വരവ് പെലായോയ്ക്ക് ഒരുപാട് പണം കൊണ്ടുവന്ന് കൊടുത്തു. ഹവർ ദേ ആർ നോട്ട് എക്സാക്ട്ലി ഗ്രേറ്റ്ഫുൾ ടു ഹിം. പക്ഷെ എന്നിട്ടും അവർ ഇയാളോട് നന്ദിയുള്ളവരല്ല. ഇൻഫാക്ട് ദേ തിങ്ക് ഓഫ് ഹിം ആസ് എ ന്യൂസൻസ്. ആക്ച്വലി ഇയാളൊരു ശല്യമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. വെൻ ഹി ഫ്ലൂ എവേ ഹിസ് വൈഫ് ആക്ച്വലി ഫെൽറ്റ് എ ഹ്യൂജ് സെൻസ് ഓഫ് റിലീഫ്. ഈ ഓൾഡ് മാൻ അവസാനം പറന്നു പോകുമ്പോൾ എലിസെൻഡയ്ക്ക്, പെലായോയുടെ വൈഫിന് ഒരു ആശ്വാസമാണ് അനുഭവപ്പെടുന്നത്. മെൻഷൻ എനി 2 traits ഓഫ് ദ ഓൾഡ് മാൻ ദാറ്റ് ഇംപ്രസ് യു. നിങ്ങളെ ഇംപ്രസ് ചെയ്ത ഈ മനുഷ്യൻ്റെ ഏതെങ്കിലും 2 സ്വഭാവ സവിശേഷതകൾ. 1 trait ദാറ്റ് ട്രൂലി ഇംപ്രസ്ഡ് മീ ഈസ് ഹിസ് പേഷ്യൻസ്. എന്നെ ഏറ്റവും അധികം ഇംപ്രസ് ചെയ്ത അയാളുടെ ട്രേറ്റ് അയാളുടെ ക്ഷമ തന്നെയാണ്. നോബഡി ട്രീറ്റഡ് ഹിം വിത്ത് കൈൻഡ്നെസ്. ആരും അയാളെ ദയവോടുകൂടി ട്രീറ്റ് ചെയ്തില്ല. യെറ്റ് ഹി ആക്സെപ്റ്റഡ് ഓൾ ഫോംസ് ഓഫ് ഇൻഹ്യൂമൻ ട്രീറ്റ്മെൻറ്റ് വിത്തൗട്ട് എനി കംപ്ലയിൻസ്. പക്ഷേ അയാൾക്ക് ലഭിച്ച മനുഷ്യത്വരഹിതമായ എല്ലാ ട്രീറ്റ്മെൻറ്റും അയാൾ ഒരു പരാതിയും കൂടാതെ സ്വീകരിച്ചു. അനദർ ട്രേറ്റ് ഈസ് ഹിസ് കറേജ് ആൻഡ് ഫോർട്ടിറ്റ്യൂഡ്. മറ്റൊരു ട്രേറ്റ് എന്നെ ഇംപ്രസ് ചെയ്തത് അയാളുടെ ധൈര്യമാണ്. ഹി വാസ് ക്വയറ്റ് ഓൾഡ് ആൻഡ് പെയിൽ. അയാൾ വളരെ ദുർബലനായിരുന്നു, പ്രായവും ഉണ്ടായിരുന്നു. എറ്റ് ഇൻ ദ എൻഡ് ഹി മാനേജ് ടു ഫ്ലൈ അവേ. എന്നാലും അവസാനം അയാൾ ഒരുവിധം പറന്നുപോയി.
വാട്ട് എലമെന്റ്സ് ഓഫ് ദ സ്റ്റോറി ഡു യു കൺസിഡർ മാജിക്കൽ? ഈ കഥയിലെ ഏതെല്ലാം എലമെന്റ്സ് ആണ് നിങ്ങൾ മാജിക്കലായി കരുതുന്നത്? എന്തുകൊണ്ട്? ദർ ആർ മെയിൻലി ടു മാജിക്കൽ എലമെന്റ്സ് ഇൻ ദിസ് സ്റ്റോറി. ഈ കഥയിൽ പ്രധാനമായും രണ്ട് മാജിക്കൽ എലമെന്റ്സ് ആണുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് ദ ഓൾഡ് മാൻ വിത്ത് വിങ്സ്. ചിറകോട് കൂടിയ വൃദ്ധനാണ് ഇതിലെ ആദ്യത്തെ മാജിക്കൽ എലമെന്റ്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ ഹ്യൂമൻ ബീങ്സ് ടു ഹാവ് വിങ്സ്. ആളുകൾക്ക് വിങ്സ് ഉണ്ടാവുന്നത് സാധ്യമല്ല. Still, this man had wings, and the doctor who examined him felt that those wings were completely natural on his body. പക്ഷേ എന്നിട്ടും ഈ മനുഷ്യന് വിങ്സ് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, അയാളെ പരിശോധിച്ച ഡോക്ടർക്ക് ഈ വിങ്സ് അയാളുടെ ശരീരത്തിന്റെ ഒരു സ്വാഭാവിക ഭാഗമാണെന്ന് തോന്നുകയും ചെയ്തു. Another magical element is the woman who had been turned into a spider by a stroke of lightning. ഇടിമിന്നലേറ്റ് ഒരു സ്പൈഡറായി മാറിക്കഴിഞ്ഞ ഒരു സ്ത്രീയായിരുന്നു ഇതിലെ രണ്ടാമത്തെ മാജിക്കൽ എലമെന്റ്. ഇൻ ദ റിയൽ വേൾഡ് ലൈറ്റ്നിങ് ക്യാൻ കിൽ പീപ്പിൾ. യഥാർത്ഥമായ ലോകത്തിൽ ഇടിമിന്നലേറ്റാൽ ആളുകൾ മരിക്കുകയാണ് ചെയ്യുക. ഇറ്റ് ഡസൻ കൺവേർട്ട് ദം ഇൻ ടു സ്പൈഡേഴ്സ്. അത് ഇടിമിന്നൽ ഒരിക്കലും ആളുകളെ സ്പൈഡറാക്കി മാറ്റാറില്ല. ഡിസ്ക്രൈബ് ദ ഓൾഡ് മാൻസ് ഫസ്റ്റ് ക്ലംസി അറ്റംപ്റ്റ്സ് അറ്റ് ഫ്ലൈറ്റ്. ആ വൃദ്ധന്റെ പറക്കാനുള്ള ആദ്യ ശ്രമങ്ങളെ ഒന്ന് വിവരിക്കുക. The old man was very weak and clumsy and couldn't get a grip on the air when he attempted to fly. പറക്കാൻ ശ്രമിച്ചപ്പോൾ ആ മനുഷ്യൻ വളരെ വൃദ്ധനും അതുപോലെ തന്നെ വഴക്കമില്ലാത്ത ദേഹമായിരുന്നു അയാളുടേത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് വായുവിൽ ഉയർന്നു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. He couldn't get a grip on the air. He couldn't easily lift himself up in the air. അയാളെ വായുവിൽ എളുപ്പത്തിൽ നിർത്താൻ അയാൾക്ക് കഴിഞ്ഞില്ല. And it seemed as if he was going to knock the shed down. ഇയാളുടെ പറക്കാനുള്ള ശ്രമങ്ങൾ ആ ഷെഡ് തകർത്ത് കളയുമെന്ന് തോന്നി. ദ ഫ്ലാപ്പിംഗ് ഓഫ് ഹിസ് വിങ്സ് വാസ് സിമിലർ ടു ദാറ്റ് ഓഫ് എൻ ഓൾഡ് വൾച്ചർ. പ്രായം ചെന്ന ഒരു കഴുകൻ അതിന്റെ ചിറകടിക്കുന്നത് പോലെയായിരുന്നു ഈ വൃദ്ധനും അയാളുടെ ചിറകടിക്കുന്നുണ്ടായിരുന്നു. ഹൗവർ ഇവൻച്വലി ഹി മാനേജ് ടു ഗെയിൻ ആൾട്ടിറ്റ്യൂഡ് ആൻഡ് ഫ്ലൂ എവേ. ഇങ്ങനെയൊക്കെയാണെങ്കിലും അവസാനം അയാള് ഉയരത്തിലേക്ക് എത്തുകയും പറന്നു പോവുകയും ചെയ്തു. വാട്ട് ഹാപ്പൻസ് ടു ദ ഓൾഡ് മാൻസ് പോപ്പുലാരിറ്റി ഇൻ ദ കോഴ്സ് ഓഫ് ടൈം? സമയം കടന്നു പോകുന്നതിനനുസരിച്ച്, ഇൻ ദ കോഴ്സ് ഓഫ് ടൈം എന്ന് പറയുമ്പോൾ കാലക്രമേണ ഇയാളുടെ പോപ്പുലാരിറ്റിക്ക് എന്താണ് സംഭവിക്കുന്നത്? ഇൻ ദ കോഴ്സ് ഓഫ് ടൈം ഹിസ് പോപ്പുലാരിറ്റി ഡിമിനിഷ്ഡ്. കാലക്രമേണ ഇയാളുടെ പോപ്പുലാരിറ്റി കുറഞ്ഞു വന്നു. ഡിമിനിഷ്ഡ്, കുറഞ്ഞുപോയി. When a spider woman arrived in the town as part of a traveling show. ഒരു ട്രാവലിംഗ് ഷോയുടെ ഭാഗമായി ഒരു സ്പൈഡർ വുമൺ ഈ ടൗണിൽ വന്നപ്പോൾ പീപ്പിൾ സ്റ്റോപ്പ്ഡ് ഫ്ലോക്കിംഗ് ടു സീ ദ ഓൾഡ് മാൻ. ആളുകൾ ഈ വൃദ്ധനെ കാണാൻ കൂട്ടമായി വരുന്നത് നിർത്തി. ഇൻസ്റ്റെഡ് ദേ വെന്റ് ടു സീ ഹർ. അതിനു പകരം അവളെ കാണാനാണ് പോയത്. ദ അഡ്മിഷൻ ഫീ ടു സീ ഹർ വാസ് ലെസ് ദാൻ ദ അഡ്മിഷൻ ഫീ ടു സീ ദ ഓൾഡ് മാൻ. ഈ വൃദ്ധനെ കാണാൻ ആവശ്യമായ അഡ്മിഷൻ ഫീയേക്കാളും കുറവായിരുന്നു ആ സ്പൈഡർ വുമണിനെ കാണാൻ ആവശ്യമായ അഡ്മിഷൻ ഫീ. ഇതും ആളുകൾ ഒഴിഞ്ഞു പോകാനൊരു കാരണമായി. പിക്ക് ഔട്ട് ഇൻസ്റ്റൻസസ് ഓഫ് ദ ഫോളോയിങ് ഫ്രം ദ സ്റ്റോറി. ഇമേജറി. ഇത് പൊതുവെ അജക്റ്റീവ്സ് ഉള്ള ഫ്രേസസ് ആണ്. ഇനോമസ് വിങ്സ് അതൊരു അജക്റ്റീവ് ഫ്രേസ് ആണ്. അതുപോലെ ഈ സ്റ്റോറിയിലുള്ള മറ്റ് അജക്റ്റീവ് ഫ്രേസസ് ആണ് സ്ട്രേ ഡൈങ് മാൻ, സെനൈൽ വൾച്ചർ വൃദ്ധനായ കഴുകൻ, ഡ്രഞ്ചഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ നനഞ്ഞ മുതുമുത്തശ്ശൻ, സിമിലി എന്ന് പറയുമ്പോൾ ലൈക്ക് വരുന്ന എക്സ്പ്രഷൻസ് ആണിത്. ലൈക്ക് എ റാറ്റ് പിക്കർ, ലൈക്ക് ദ ഫെദേഴ്സ് ഓഫ് എ സ്കെയർ ക്രോ, ലൈക്ക് എ സെനൈൽ വൾച്ചർ. മാജിക്കൽ എലമെന്റ്സ്. വിങ്സ് അതൊരു മാജിക്കൽ എലമെന്റ് ആണ്. പിന്നെ സ്പൈഡറായി മാറിയ സ്ത്രീ, ദ വുമൺ ഹു ടേൺഡ് ഇൻ ടു എ സ്പൈഡർ. ദ ഓൾഡ് മാൻ സർവൈവിംഗ് ഓൺ വെരി ലിറ്റിൽ ഫുഡ് ഇൻ എ ഡേർട്ടി ചിക്കൻ കൂപ്പ്. വൃത്തിയില്ലാത്ത ആ കോഴിക്കൂട്ടില് കാര്യമായ ഒന്നും കഴിക്കാതെ സർവൈവ് ചെയ്യുന്ന ഈ ഓൾഡ് മാൻ, അതും സാധാരണ മനുഷ്യർക്ക് സാധിക്കുന്ന കാര്യമല്ല. അതും ഒരു മാജിക്കൽ എലമെന്റ് തന്നെയാണ്. The old man finally manages to fly away. Elisenda watches him till he disappears. You may discuss in groups and attempt alternative endings to the story. ഇത് ഞാൻ എൻ്റെ ഭാവനയിലുള്ളത് എഴുതിയതാണ്. നിങ്ങൾക്ക് ഈ ഉത്തരം നിങ്ങളുടെ ഭാവനയിൽ വരുന്ന പോലെ എഴുതാം. അവസാനം ഈ കഥയിൽ ഈ ഓൾഡ് മാൻ പറന്നു പോകുന്നത് ആശ്വാസത്തോടെ എലിസെൻഡ നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മറ്റൊരു രീതിയിൽ ഈ കഥ അവസാനിപ്പിക്കാം, നിങ്ങളുടെ ഭാവനയിൽ വരുന്ന പോലെ. ഞാനിവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഇങ്ങനെ തന്നെ നിങ്ങൾ എഴുതണമെന്ന് ഒരു നിർബന്ധവുമില്ല. When wind blew into the kitchen while Elisenda was making lunch, she came out to see what was happening. എലിസെൻഡ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് അടുക്കളയിലേക്ക് കാറ്റടിച്ചപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നതിന് വേണ്ടി അവൾ പുറത്തേക്ക് വന്നു. She saw the old man attempting to fly. ആ വൃദ്ധൻ പറക്കാൻ ശ്രമിക്കുന്നത് അവൾ കണ്ടു. She watched curiously. അവൾ കൗതുകത്തോടെ അത് നോക്കി നിന്നു. She made no attempts to stop him. അയാളെ തടയാൻ ഒരു ശ്രമവും എലിസെൻഡയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല.
ഷി റിയലി wanted him to fly away as he had become a nuisance for her. അയാൾ പറന്നു പോകണമെന്നായിരുന്നു ഇവരുടെ ആഗ്രഹം, കാരണം അയാൾ ഇവർക്കൊരു ശല്യമായി മാറിയിരുന്നു. ഷി വാസ് overjoyed when the man finally managed to fly past the houses with his frail wings. ഫ്രെയിൽ വിങ്സ്, ദുർബലമായ ചിറകുകൾ. തൻ്റെ ദുർബലമായ ചിറകുകൾ ഉപയോഗിച്ച് ആ മനുഷ്യൻ വീടുകൾക്ക് മുകളിലൂടെ പറന്നു പോകുന്നത് കണ്ടപ്പോൾ അവൾക്ക് വലിയ സന്തോഷം തോന്നി. വെൻ ഷീ ടേൺ അറൗണ്ട് ടു ഗോ ബാക്ക് ടു ഹെർ ഹൗസ്, വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഷീ നോട്ടീസ്ഡ് ദാറ്റ് ഹെർ മാൻഷൻ ഹാഡ് ഗോൺ. അവളുടെ ആ വലിയ വീട് അത് അപ്രത്യക്ഷമായിരിക്കുന്നതായി അവൾ കണ്ടു. ഇൻ ഇറ്റ്സ് പ്ലേസ് സ്റ്റുഡ് ദ ഓൾഡ് ഹൗസ് ദേ ഹാഡ്. അവര് പുതുതായി പണി കഴിയിപ്പിച്ച ആ വലിയ വീടിന് പകരം അതിന്റെ സ്ഥാനത്ത് ഇപ്പൊ അവരുടെ ആ പഴയ വീട്, ചെറിയ വീട് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഷീ റിയലൈസ്ഡ് ദാറ്റ് ദ വെൽത്ത് ദേ ഹാഡ് ബീൻ എൻജോയിങ് ഫോർ ഇയേഴ്സ് വാസ് ദ ബ്ലെസ്സിംഗ് ഓഫ് ദ ഓൾഡ് മാൻ ഹും ദേ ഡിഡ്ന്റ് റിയലി ട്രീറ്റ് വിത്ത് കൈൻഡ്നെസ് ഓർ റെസ്പെക്ട്. അവൾക്ക് മനസ്സിലായി അവരനുഭവിച്ചിരുന്ന ആ സമ്പൽ സമൃദ്ധി, വർഷങ്ങളായി അനുഭവിക്കുന്ന പ്രോസ്പെരിറ്റി, അത് ഈ മനുഷ്യന്റെ അനുഗ്രഹമായിരുന്നു. എന്നിട്ടും അയാളെ ഇവര് ദയവോടുകൂടിയോ ബഹുമാനത്തോടു കൂടിയോ ട്രീറ്റ് ചെയ്തതുമില്ല. എലിസെൻഡ റിയലൈസ്ഡ് ഹെർ മിസ്റ്റേക്ക് ആൻഡ് റിപ്പൻറ്റഡ് ഇറ്റ്. എലിസെൻഡയ്ക്ക് തന്റെ തെറ്റ് മനസ്സിലായി, അതിൽ പശ്ചാത്തപിക്കുകയും ചെയ്തു. ഇതിങ്ങനെ തന്നെ എഴുതണമെന്നല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവനയിൽ വരുന്ന രീതിയിൽ ഈ കഥ അവസാനിപ്പിക്കാം. Who suffers the most in the story? What does the story tell us about the need for compassion? ഈ കഥയിലെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്, കഷ്ടപ്പെടുന്നത് ആരാണ്? എന്താണ് ഈ കഥ നമ്മളെ കമ്പാഷൻ, ദയാനുഭൂതി നമുക്ക് ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പറയുന്നത്? The old man suffers the most in this story. ഈ കഥയിൽ ഏറ്റവും അധികം സഫർ ചെയ്യുന്നത് ആ വൃദ്ധൻ തന്നെയാണ്. He made the couple rich. അയാളാണ് ഈ കപ്പിളിനെ സമ്പന്നരാക്കുന്നത്. He was also a source of entertainment for the people of the neighborhood. ആ നാട്ടിൻ പുറത്തെ ആളുകൾക്ക് അയാൾ ഒരു വിനോദത്തിനുള്ളൊരു മാർഗം കൂടിയായിരുന്നു. Yet he got nothing in return. എന്നിട്ടും അയാൾക്ക് തിരിച്ചൊന്നും കിട്ടിയില്ല. People treated him like a circus animal. ആളുകൾ അയാളെ ട്രീറ്റ് ചെയ്തത് ഒരു സർക്കസ് മൃഗത്തിനെ പോലെയായിരുന്നു. പെലായോ ആൻഡ് എലിസെൻഡ ഡിഡിന്റ് ഡു എനിത്തിങ് ടു ഇംപ്രൂവ് ഹിസ് സിറ്റുവേഷൻ. അയാളുടെ അവസ്ഥ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി, മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പെലായോയും എലിസെൻഡയും ഒന്നും ചെയ്തില്ല. ഇഫ് ദേ ഹാഡ് ഷോൺ എ ലിറ്റിൽ കമ്പാഷൻ, അവരൊരൽപ്പം സഹാനുഭൂതി കാണിച്ചിരുന്നുവെങ്കിൽ ഹി വുഡിന്റ് ഹാവ് ഹാഡ് ടു സഫർ സോ മച്ച്, അയാൾക്ക് ഇത്രയധികം സഫർ ചെയ്യേണ്ടി വരില്ലായിരുന്നു. The story tells us that little acts of kindness and compassion go a long way in making the world a better place. ഈ ലോകം ഒരു കൂടുതൽ നല്ല സ്ഥലമാക്കുന്നതിൽ ചെറിയ ചെറിയ ആക്ട്സ് ഓഫ് കൈൻഡ്നെസ് വലിയൊരു റോള് വഹിക്കുന്നുണ്ട്. ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ചാപ്റ്ററിലെ മറ്റ് ആക്ടിവിറ്റീസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമാവുന്നവർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണും. താങ്ക് യു ഫോർ വാച്ചിങ്.